ഞാനിത് തുടക്കത്തിൽ നമ്മുടെ പ്രസ് മീറ്റ് വന്നപ്പോഴേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പടം ഒരു ടിപ്പിക്കൽ നമ്മളൊരു മലയാളം കൾച്ചറിലല്ല ഈ സിനിമ ഇറങ്ങുന്നതും സിനിമയുടെ ടോട്ടാലിറ്റിയും ഒരു പാൻ ഇന്ത്യൻ കൾച്ചറാണ്. അത് നിങ്ങൾക്ക് ഏകദേശം ഇപ്പോൾ ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ സന്തോഷം. പിന്നെ സിനിമയെ കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ ട്രെയിലറിനെ കുറിച്ച് ഒരു 2 വാക്ക് അല്ലെങ്കിൽ പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മുതിർന്ന സംവിധായകൻ പപ്പേട്ടനെ ഞാൻ ഒന്ന് ക്ഷണിക്കുകയാണ് അങ്ങോട്ട്. ഞാൻ ഈ ട്രെയിലർ കാണാൻ വേണ്ടി ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ പ്രതീക്ഷിച്ചതിൻ്റെ ഒരു 100 ഇരട്ടി വലുപ്പവും മേന്മയും ഈ ട്രെയിലറിനുണ്ടായിരുന്നു. തീർച്ചയായിട്ടും വളരെയധികം സന്തോഷമുള്ള കാര്യം. ഒരു സിനിമയെക്കുറിച്ചാണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവുമായിരുന്നു. ട്രെയിലറിനെ കുറിച്ച് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയാനില്ല. തീർച്ചയായിട്ടും ഒരു സിനിമ കാണാനുള്ള നമ്മുടെ ആകാംക്ഷ, സിനിമ എപ്പോഴാണ് സിനിമ കാണാൻ പറ്റുക എന്നുള്ള ഒരു ആകാംക്ഷ നമ്മൾ ഉണ്ടാക്കുന്ന ട്രെയിലറാണ്. തീർച്ചയായിട്ടും ഈ സിനിമ ഒരു ഗംഭീര വിജയമായിരിക്കും, ഒരു ഗംഭീര സിനിമയായിരിക്കും എന്ന് ട്രെയിലർ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. അങ്ങനെ ആയിത്തീരട്ടെ, ഒരു സൂപ്പർ ഹിറ്റ് ആയിത്തീരട്ടെ, മലയാള സിനിമയ്ക്ക് ഒരു വലിയ അഭിമാനമായി മാറട്ടെ പോവാൻ എന്ന് ഹൃദയപൂർവ്വം ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. ഈ കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് ഇത്രയും ട്രാഫിക്കിൽ ഇവിടെ എത്തിയിട്ടുള്ളത്, അത് എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു. ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ള എനിക്ക് എല്ലാം മാറ്റിവെച്ച് വന്നതിൽ നിറയെ പേരുണ്ട്. ഞാൻ ആദ്യം ശ്രീ ബാദുഷയെ ഒന്ന് ക്ഷണിക്കുന്നു. അദ്ദേഹം നമസ്കാരം. ഷാമോനുമായിട്ട് കുറച്ച് വർഷങ്ങളായിട്ടുള്ള ബന്ധമാണ്. പുള്ളി കഴിഞ്ഞ സിനിമയിൽ വരെ എന്നെ അഭിനയിപ്പിച്ചത്. അപ്പോൾ ഈ സിനിമ തുടങ്ങാൻ പോയപ്പോൾ ഞാൻ ചോദിച്ചു എനിക്ക് വേഷം വല്ലതും ഉണ്ടാകുന്നു. പക്ഷെ പുള്ളി ചിരിച്ചതല്ലോ. പക്ഷെ ഇപ്പം എനിക്കത് കണ്ടപ്പോൾ മനസ്സിലായി, ഇതിനകത്ത് കാണിച്ചവരപ്പോഴൊന്നും ക്രൂരഭാവം എനിക്കില്ലാത്തതുകൊണ്ട് പുള്ളി ഉറപ്പായിട്ടും അത് തരാത്തതെന്ന് മനസ്സിലായി. ഏതായാലും ട്രെയിലർ ഈ പറഞ്ഞ പോലെ തന്നെ, പപ്പേട്ടൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഭയങ്കര ആകാംക്ഷ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ സിനിമ കാണാനുള്ള ഒരു എക്സൈറ്റ്മെൻറ്റിലാണ്. തീർച്ചയായിട്ടും ഈ സിനിമ ഒരു വൻ വിജയമായി മാറുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. എല്ലാവിധ ആശംസകളും നേരും. ഈ സിനിമയുടെ എൻ്റെ സിനിമ ജീവിതം തുടങ്ങുന്നത് കുറെ ഒരു 30 വർഷം മുൻപാണ്. ആ സമയം മുതൽ ഞാൻ ആദ്യം മീറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ കണ്ടുമുട്ടുന്ന ഒരു പ്രൊഡ്യൂസർ അല്ലെങ്കിൽ വളരെ വേണ്ടപ്പെട്ട ഒരു വ്യക്തി എന്ന് പറയുന്നത് മമ്മി സെഞ്ചുറി എന്ന അദ്ദേഹമാണ്. മമ്മിക്ക സ്റ്റേജിലേക്ക് ഒരു മിനിറ്റ്. സുഹൃത്തുക്കളെ, ഷാമോൻ ഈ സിനിമാ രംഗത്തേക്ക് വരുന്നത് ആദ്യം സൈന വീഡിയോസിൻ്റെ കടകളിൽ അവരുടെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടാണ്. പെരുമ്പാവൂരായിരുന്നു ഓഫീസ്, എൻ്റെ വീടും പെരുമ്പാവൂരാണ്. എൻ്റെ ജൂനിയർ മാൻഡ്രേക്കൊക്കെ പെരുമ്പാവൂർ നടക്കുമ്പോൾ ഷാമോൻ അന്നും സിനിമയോട് വളരെ ആകാംക്ഷയോടെ അവിടെ വരികയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു ആളാണ്. അപ്പോൾ ഷാമോൻ്റെ ഈ ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി. അത്രയ്ക്കും ആളുകൾക്ക് കാണുവാൻ പ്രചോദനം നൽകുന്ന ഗംഭീരമായ ഒരു ട്രെയിലറായിരുന്നു ഇന്നിവിടെ ഭോപ്പാലിൻ്റെ കണ്ടത്. ഷാമോനും ഇതിൻ്റെ ക്രൂവിനും എല്ലാവിധ ആശംസകളും നേർന്ന് ഇതൊരു സൂപ്പർ ഹിറ്റ് ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഒത്തിരി കടമ്പകളുള്ള ഒരു ഒത്തിരി വേരിയേഷൻസ് ഉള്ള ചിത്രമാണ്. കുറെ ഇമോഷൻസും കുറെ ഫൈറ്റ് സീക്വൻസുകളും ചേസിങ്ങും അങ്ങനെ ഒത്തിരി ഒത്തിരി വലിയ കാര്യങ്ങൾ അതിനകത്തുണ്ട്. ഒരു വലിയ ക്യാൻവാസാണ് സിനിമ. അപ്പൊ അത് തിയേറ്ററിലെത്തി ജനം എങ്ങനെ സ്വീകരിക്കും എന്ന് അറിയുന്നത് വരെ ഉള്ള വെപ്രാളം ചെറുതല്ല. അതുവരേക്കും ഞാൻ അതുവരെ ഉറങ്ങാതെ തന്നെ കൊണ്ടുപോകും എന്നുള്ളതാണ് ഇപ്പോൾ ഉള്ള തീരുമാനം. പിന്നെ എൻ്റെ എല്ലാ കാര്യങ്ങൾക്കും എനിക്ക് എപ്പോഴും കൂടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയുണ്ട്, ഇസ്മായിൽ കൊട്ടാരപ്പാട്ട്. ഞാൻ അദ്ദേഹത്തിന് ഒന്ന് വേദിയിലേക്ക് ക്ഷണിക്കുന്നുണ്ട്. സന്തോഷം. ഷാമോൻ ഈ പറഞ്ഞ പോലെ തന്നെ ഈ മമ്മിക്ക പറഞ്ഞു ആ കാലഘട്ടം കഴിഞ്ഞ് ചെന്നൈയിൽ പോയിട്ട് കേരളത്തിൽ തിരിച്ചു വന്ന ആ സമയം തൊട്ടിട്ടാണ് നമ്മുടെ ഗായത്രി അശോകൻ ചേട്ടൻ്റെ ഓഫീസ് ഉണ്ടായിരുന്നു പത്മ തിയേറ്ററിൻ്റെ ബാക്കിൽ. അവിടെ വെച്ചിട്ട് എഡിറ്റർ ലിംസിനാണ് പരിചയപ്പെടുത്തുന്നത്. അന്ന് മുതൽ ഒരു സഹോദരനാണ്.
ഇപ്പം അദ്ദേഹം രണ്ടാമത്തെ സിനിമ ചെയ്തു. ആദ്യത്തെ സിനിമ നമ്മൾ കണ്ടതാണ്. അത് എന്താ പറയുക, അദ്ദേഹം ഫസ്റ്റ് ഒരു സിനിമ ചെയ്തു, കുഴപ്പമുണ്ടായിരുന്നില്ല. രണ്ടാമത്തെ സിനിമ ആണ് ഒരു സംവിധായകൻ്റെ, ആ സംവിധായകനെ നിലനിർത്തുന്നത് എന്നാണ് നമ്മുടെ സിനിമ ങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ ആ ഒരു ലെവലിൽ നോക്കുമ്പോൾ ട്രെയിലർ ഇഷ്ടപ്പെട്ടു. പിന്നെ ഷാമോൻ ഒരുപാട് പരിമിതിക്കുള്ളിൽ നിന്ന് ഒരു വൺമാൻ ഷോ ആണ് ഷാമോന്. അപ്പോൾ അദ്ദേഹത്തിനെ ഈ പറഞ്ഞ പോലെ മമ്മിക്കൊക്കെ പറഞ്ഞ പോലെ വളരെ അടുത്ത് നിന്ന് കണ്ട ഒരാളാണ് ഞാൻ. ഒരു ടൈം പറയുന്നു, ആ ടൈമിൻ്റെ ഉള്ളിൽ ഇന്ന കാര്യം ഞാൻ ചെയ്യുമെന്ന് ആദ്യം വിളിച്ച് പറയും. അപ്പോൾ ഉറപ്പാണ് ഷാമോൻ അത് ചെയ്തിരിക്കും, ഞാൻ എന്നെ പോലെയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വേറെ ആരെങ്കിലൊക്കെ ആണെങ്കിൽ പറയും, അയ്യോ അത് അവരെ കൊണ്ട് പറ്റുമോ എന്ന് പറയും. ഇങ്ങനെ അഭിമന്യൂസ് ഇങ്ങനെ കൊണ്ടുവരും, അവരത് ചെയ്യും ഇത് ചെയ്യും എന്നൊക്കെ ഇങ്ങനെ ഞങ്ങൾ രാത്രിയിൽ 3 മണി വരെയൊക്കെ ചർച്ച ചെയ്യും. അപ്പോൾ എന്താ പറയുക, ഒരു സഹോദരൻ എന്നുള്ള ലെവലിൽ പറയണമെങ്കിൽ ഇത് ഷാമോനെ കുറിച്ച് ഒരുപാട് അഭിമാനം തോന്നുന്ന നിമിഷമാണ്. നമ്മളൊക്കെ ഇവിടെ വന്ന് 24ഓളം വർഷമായി, നമ്മൾക്കൊന്നും പറ്റാത്ത കാര്യമാണ് ഷാമോൻ ചെയ്തത്. അഭിനന്ദിച്ചേ പറ്റൂ. എന്തായാലും ഈ സിനിമ വളരെ ഒരു വൻ വിജയമാവട്ടെ. എല്ലാ സപ്പോർട്ടും ഉണ്ടാവും. ഓൾ ദി ബെസ്റ്റ്. രണ്ടുപേരെ വിളിക്കുന്നതിന് മുൻപ് ഒരു വ്യക്തിയെ എനിക്ക് വിളിക്കണം. കാരണം ഞാൻ ഈ പടത്തിന്റെ ഷൂട്ട് കഴിഞ്ഞ് റഫ് കട്ട് ചെയ്ത് നിമിഷം ഞാൻ പറഞ്ഞു, ഈ പടം എങ്ങനെയുണ്ടെന്നൊന്ന് വിലയിരുത്തണം എന്ന് പറഞ്ഞ് ഞാനൊരു വ്യക്തിയെ അടുത്ത് വരാൻ പറഞ്ഞു. അദ്ദേഹം ഇവിടുത്തെ എല്ലാ പ്രമുഖ കമ്പനികളിലും ഡിസ്ട്രിബ്യൂഷൻ ഹെഡായിട്ടിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അത് ഇപ്പോൾ ദുൽഖറിന്റെ കമ്പനിയിലും ബെഫേറിലും അദ്ദേഹമുണ്ട്. അദ്ദേഹം വന്നിട്ട് പടം കണ്ടിട്ട് പറഞ്ഞു, ഷാമോൻ, നമ്മൾ വേറെ ആരുടെ അടുത്തും സംസാരിക്കണ്ട, കേരളം ഞാൻ ഏറ്റു. ആ വ്യക്തിയെ ഞാൻ ഇങ്ങോട്ട് ക്ഷണിക്കുന്നുണ്ട്. ശ്രീ നെൽസൺ, പടത്തിന്റെ ഡിസ്ട്രിബ്യൂട്ടറാണ്. നമസ്കാരം. ഷാമോൻ പറഞ്ഞതുപോലെ പാതിരാത്രി ഏതാണ്ട് 1 മണിക്കാണ് ഈ സിനിമയുടെ കട്ട് ഞാൻ കാണുന്നത്. ഉറക്കം വലിയൊരു പ്രശ്നം, എനിക്ക് എപ്പോഴും ഉറങ്ങണം. അപ്പം അതുകൊണ്ട് അത് ഉറങ്ങാതെ ഇരുന്ന് ഞാൻ കണ്ടു. പക്ഷെ പടമൊന്നും അത്ര ക്ലിയർ അല്ലല്ലോ, ഒന്നും ഇത് മാത്രം സംവിധായകൻ്റെ ഒരു ഇത് മാത്രമേ ഉണ്ടായിരുന്നു. കണ്ടു. അപ്പോൾ ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല, നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞു. അത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. പിന്നെ ഇനി സിനിമ എന്ന് പറയുന്നത് നമുക്കറിയാം, സ്ക്രീനിൽ വീണ് ആദ്യത്തെ ഷോ കഴിയുമ്പോൾ ജനം പറയും ഈ പടം നല്ലതാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു. ജനം തിരിച്ചു പറഞ്ഞാൽ അതും മോശമായി. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം, ജനം നല്ലത് പറയട്ടെ എന്ന് ആശംസയും ആഗ്രഹയും പ്രാർത്ഥനയോടും കൂടി നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജനം നല്ലത് പറയുന്ന നിമിഷം വരെ ഒത്തിരി പ്രസവവേദന അനുഭവിച്ച് മുന്നോട്ട് പോകുന്ന കുറച്ച് പേരുണ്ട് ഇവിടെ. അതിൽ മെയിനായിട്ടുള്ളത് ആക്ടേഴ്സാണ്. അതിൽ എപ്പോഴും എല്ലാ രാത്രികളിലും ഞങ്ങൾ സംസാരിക്കും. പടം തുടങ്ങുന്നതിന് മുമ്പ്, മാസങ്ങൾക്ക് മുൻപും, പടം തുടങ്ങി കഴിഞ്ഞ്, പടം തീർന്നു കഴിഞ്ഞ് ഇപ്പോഴും VFXന്റെ വർക്കുകൾ നടക്കുമ്പോഴും ടെൻഷനിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴും 5 മിനിറ്റ് വിളിച്ചു നിർത്തി സംസാരിക്കുന്നത് നമ്മുടെ പടത്തിലെ ലീഡ് ലെവിൻ സൈമൺ. ഒന്ന് സ്റ്റേജിലേക്ക് വരാം. ഗുഡ് മോർണിംഗ്. എനിക്കിവിടെ എന്ത് പറയണമെന്ന് അറിയില്ല. സാധാരണ ഞാൻ വാതുറന്ന് പൂട്ടാറില്ല, നന്നായിട്ട് സംസാരിക്കുന്ന ഒരാളാണ്. പക്ഷെ ഭയങ്കര ഭയങ്കര സന്തോഷമുണ്ട്. കാരണം എല്ലാവരുടെ ജീവിതത്തിലും ഒരു ഉയർച്ചയും താഴ്ചയൊക്കെ ഉണ്ടാവുന്നില്ല. ഞാൻ എൻ്റെ ഏറ്റവും ലോവസ്റ്റ് പോയിന്റിൽ കഴിഞ്ഞ ഒരു 10 വർഷമായിട്ട് എൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ വിട്ടിട്ട് സിനിമ എന്ന് പറഞ്ഞൊരു കാര്യത്തിൽ മാത്രം ഇറങ്ങി തിരിച്ച ഒരാളാണ് ഞാൻ. എനിക്ക് വിജയത്തിൻ്റെ ടേസ്റ്റ് ഇതുവരെ അനുഭവിക്കാൻ പറ്റിയിട്ടില്ല. ഒരുപാട് സിനിമയുടെ ഭാഗമായിട്ടുണ്ട്, ലീഡായിട്ട് സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഓരോ സിനിമക്കും ഓരോ വിധിയുണ്ടല്ലോ. നമുക്കൊരിക്കലും പിടിച്ചു നിർത്താൻ പറ്റില്ല, ഇതിങ്ങനെ സംഭവിക്കണം, അങ്ങനെ സംഭവിക്കണം എന്നുള്ള പ്രാർത്ഥന ഉണ്ടാവും. പക്ഷെ നമുക്ക് ചിലപ്പോൾ അത് ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. പക്ഷെ ഒട്ടും പിന്മാറിയിട്ടില്ല, ചത്ത് പണിയെടുത്ത് നടക്കുമായിരുന്നു. ആരെങ്കിലും ഒക്കെ ഒരാൾ വേണമല്ലോ കൈപിടിച്ച് കയറ്റാനായിട്ട്. അങ്ങനെ എൻ്റെ ലൈഫിൽ ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള പോയിന്റിൽ ഒരു വെള്ളത്തിൽ മുങ്ങി താഴ്ന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കൈ തന്നൊരു മനുഷ്യനാണ് ഇദ്ദേഹം. അപ്പൊ ഇങ്ങനെ ഒരു സിനിമ ഉണ്ടെന്ന് നമുക്ക് ചെയ്യാം എന്ന് പറയുമ്പോഴും എനിക്ക് പേടിയായിരുന്നു. കാരണം പടം വലുതാണ്, വലിയ ക്യാൻവാസ് ആണ്. ഞാൻ ചോദിച്ചു, എന്നെ ലീഡ് വെക്കാതെ വേറെ ആരെങ്കിലും വെച്ചിട്ട് ഞാനൊരു സൈഡ് റോള് ചെയ്തോട്ടെ എന്ന് വെച്ചപ്പോൾ പുള്ളി പറഞ്ഞത് ഞാൻ തീരുമാനിച്ചോളാം എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ്. അപ്പൊ അതുകൊണ്ട് പുള്ളിക്ക് വേണ്ടി ഞാൻ എന്നെ അങ്ങോട്ട് ഒഴിഞ്ഞു കൊടുത്തു എന്നുള്ള രീതിയിലായിരുന്നു. കാരണം അത്രക്ക്
ഞാൻ മറന്നു ഈ പടത്തിനിടയിൽ എന്തെങ്കിലും പറ്റണമെങ്കിൽ അങ്ങ് പറ്റിപ്പോട്ടെ എന്നുള്ളൊരു മൈൻഡിൽ തന്നെയായിരുന്നു നിന്നിരുന്നത്. അത് എക്സ്ട്രീംലി ഞാൻ ഈ പറഞ്ഞ വാക്കുകളൊക്കെ തന്നെയാണ് അവിടെ സംഭവിച്ചത്. കാരണം അത്ര ഒരുപാട് ഫിസിക്കലി ഇല്ലാവുകയും, അതായത് ചെയ്താൽ നമുക്ക് ചിലപ്പോൾ പിറ്റേ ദിവസം എണീറ്റ് നടക്കാൻ പറ്റാത്ത അവസ്ഥ വരും എന്നുള്ളത് ഡോക്ടർ പറഞ്ഞിട്ട് പോലും അതൊന്നും വകവെച്ചിട്ടില്ല. അപ്പൊ അതിന്റെയൊക്കെ റിസൾട്ട് ഈ സിനിമയിൽ ഉണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇതിൽ കാണിക്കണം, ഇല്ലെങ്കിൽ ഞാൻ ഈ പണി നിർത്തും എന്നുള്ള മൈൻഡിൽ അത്രക്ക് ആത്മവിശ്വാസത്തോടു കൂടെ ആണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ബാക്കിയെല്ലാം ഇനി പ്രേക്ഷകരുടെ കയ്യിലാണ്. സിനിമ വരുമ്പോൾ അത് എങ്ങനെ ആളുകൾ സ്വീകരിക്കും, അങ്ങനെ സ്വീകരിക്കാനും ആളുകൾ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആൻഡ് വൺ മോർ തിങ്, ഈ ട്രailer ഇങ്ങനെ ഇദ്ദേഹം എഡിറ്റ് ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര അത്ഭുതപ്പെട്ടു. വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ. കാരണം ഒരു സിനിമയുടെ ഏറ്റവും നല്ല മനോഹരമായിട്ടുള്ള മുഹൂർത്തങ്ങളൊക്കെ ട്രailerൽ വന്നു കഴിഞ്ഞാൽ അതെങ്ങനെയാണെന്ന് നമുക്കറിയില്ല. കാരണം ഞാൻ കൊച്ചു കൊച്ചു പടങ്ങളാണ് ചെയ്തിട്ടുള്ളതൊക്കെ. അപ്പോൾ ഒന്നും പടത്തിന്റെ ഒരു പെർസെൻറ്റേജ് അല്ലെങ്കിൽ ഒരു 5% പോലും ട്രailerൽ കൃത്യമായിട്ട് ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഉറപ്പായിട്ടും ഒരു നല്ലൊരു അനുഭവം സിനിമ ഉണ്ടാവും എന്നുള്ളൊരു പ്രാർത്ഥനയും പ്രതീക്ഷയും ഉണ്ട്. ഇനി ഒക്കെ എല്ലാം പ്രേക്ഷകരുടെയും ദൈവത്തിൻ്റെയും കയ്യിലാണ്. സോ ഇത്തവണ അടിക്കും അല്ലെ? അടിക്കണം എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ശരിക്കും പറഞ്ഞാൽ.